സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല നിറപുത്തിരിക്ക് വേണ്ടി ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരാ അത്. അവർ പാലക്കാട് പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നവരാ. അതിശക്തമായ മഴയാണ്. നിലയ്ക്കലൊക്കെ വണ്ടി പിടിച്ചിട്ടേക്കുമായിരുന്നു. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വന്ന KSRTC ബസ് ഉൾപ്പെടെ നിലയ്ക്കൽ പിടിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ പമ്പയിൽ വന്നു. പമ്പ ആറ്റിൽ അതിഭയങ്കരമായ വെള്ളമാണ്. പാലത്തിൻ്റെ മണ്ടയ്ക്ക് ഒന്നും കയറിയിട്ടില്ല. എന്നിരുന്നാലും അതിഭയങ്കരമായ വെള്ളമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പമ്പ നടപ്പന്തലി കൂടെ നടന്നു പോകുന്നവരെല്ലാം വെള്ളം കയറി കിടക്കുമായിരുന്നു. ഈ സൈഡൊക്കെ ഇടിഞ്ഞ് താന്നിട്ടുണ്ട്. നിറപുത്തിരിക്ക് വേണ്ടി നാളെ വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ചൊക്കെ വരണം. റോഡ് പലയിടത്തും ബ്ലോക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് വരുന്നിടത്ത് തന്നെ പത്തനംതിട്ട ലാഹ വഴി അവിടെ ഇവിടെയെല്ലാം മണ്ണിടിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. ഒരു വണ്ടിക്കൊക്കെ കഷ്ടിച്ചൊക്കെ വരാനേ ചില സ്ഥലങ്ങളിൽ ഇടമുള്ളായിരുന്നു. അധികം ഭക്തരുടെ തിരക്കുകളൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്ന ഈ തിരക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിലയ്ക്കൽ സ്വകാര്യ വാഹനങ്ങളും ദൂരെ നിന്ന് വരുന്ന KSRTC ഉൾപ്പെടെ അവിടെ പിടിച്ചിട്ടതുകൊണ്ട് അവിടുന്ന് വാഹനങ്ങൾ കടത്തി വിട്ടപ്പോൾ എല്ലാവരും കൂടെ വന്ന് കൂടിയ ആ ഒരു കൂട്ടമാണ്. പറയത്തക്ക തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് വിശാലമായിട്ട് ഒന്ന് തൊഴണം. ഇന്ന് സ്വാമിമാർ തീരെ കുറവാണ്. സ്വാമിയേ ശരണമയ്യപ്പ. കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ വളരെ ശ്രദ്ധിക്കണം. പമ്പയാറ്റിൽ അയ്യപ്പ ഭക്തരെ ആരും ഇറക്കുന്നില്ല. കയറെല്ലാം കെട്ടി തിരിച്ചേക്കുക. ഇവിടെ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കാനുള്ള നിറപുത്തിരിയാണ്. നിറപുത്തിരിയല്ല, തൈ നെല്ലിൻ്റെ. സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെങ്ങും പറയത്തക്ക ഭക്തരൊന്നുമില്ല. പമ്പ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ വന്നപ്പം 12:30 കഴിഞ്ഞ് അങ്ങോട്ട് മേപ്പോട്ട് മല കയറാനുള്ള അയ്യപ്പന്മാരെ അവിടെ നിന്ന് വിടത്തുള്ളൂ. അവിടെ അതുകൊണ്ട് കുറേ അയ്യപ്പന്മാരെല്ലാം വന്ന് നിപ്പുണ്ടായിരുന്നു. സ്വാമിയേ ശരണയ്യപ്പ. ഗണപതി അമ്പലത്തിലൊന്നും ഗണപതി അമ്പലത്തിൻ്റെ അവിടെങ്ങും പറയത്തക്ക ആളും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം മഴ അത്യാവശ്യം തോർന്നു നിൽക്കുവാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിഭയങ്കര മഴയായിരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ ഇനിയും മല കയറുകയാണ്. ശക്തമായ മഴയത്ത് മലകയറ്റം. അതുപോലെ തന്നെ നീലിമല അപ്പാച്ചിമേട് വഴിയല്ല ഭക്തരെ വിട്ടത്. ആ ഭാഗത്ത് എവിടെയോ മണ്ണ് ഇടിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഭക്തരെ ആരെയും അതുവഴി കയറ്റി വിട്ടില്ല. വരുന്നവരെയും പോകുന്നവരെയും എല്ലാവരെയും സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് പറഞ്ഞു വിടുന്നത്. ഇന്ന് അതുകൊണ്ട് എൻ്റെ യാത്ര സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നീലിമല സ്വാമി അയ്യപ്പൻ റോഡ് ആ റോഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്നിധാനം വരെ മഴ പെയ്തു കഴിഞ്ഞാൽ കയറിയിരിക്കാനെ കൊണ്ട് ഒരു മാർഗവുമില്ല. അതാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മഴ സമയത്ത് പോയാൽ വരുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇതുവഴി ട്രാക്ടറും ഡോളിക്കാരുടെയും മെയിൻ റൂട്ടാണ്. ഇതുവഴി വാഹനം ട്രാക്ടർ ഓടിക്കുന്നവരെ ഡ്രൈവർമാരെ പല ആൾക്കാരും കുറ്റം പറയാനേ കാണാം. പക്ഷേ ആ ഹെയർ പിൻ വളവും ആ കുത്തുകയറ്റവും ആ ലോഡും വെച്ച് ട്രാക്ടർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഡ്രൈവർമാരുടെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു വ്യക്തിയും അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. ട്രാക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു ട്രാക്ടർ കയറി വരുന്നുണ്ട്. ഇതുവഴി പോകുമ്പം ആ കോൺക്രീറ്റ് റോഡ് വഴിയേ പോകാവൂ. റോഡ് കാട്ടിലേക്കൊന്നും യൂറിനാണെങ്കിലും പരമാവധി ഉള്ളിലോട്ടൊന്നും പോകരുത്.
കാലിൽ കൊളയാട്ട കയറി കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ അറിയത്തതുമില്ല. പിന്നീട് ഭയങ്കര ചൊറിച്ചിലുമായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അതിശക്തമായ ചൊറിച്ചിലാണെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും തുളസിയുടെ ഇലയും മഞ്ഞപ്പൊടി അരച്ച് ആ കടിച്ചിടത്തോട്ട് 2 ദിവസം പുരട്ടി കൊടുക്കണം. ചൊറിച്ചിലും പോവും. അല്ലെങ്കിൽ ചൊറിഞ്ഞ് നമ്മുടെ വശക്കേട് വരും. അതികഠിനമായ ചൊറിച്ചിലായിരിക്കും. ചൊറിഞ്ഞ ഭാഗം നമ്മൾ പൊട്ടും. അതുപോലെ തന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഈ വീഡിയോ കണ്ടുവരുമ്പം എത്ര ഹെയർപിൻ വളവുണ്ട് എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അത് കമൻ്റ് ഇടണം, എത്ര വളവുണ്ടെന്ന്. സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പോൾ ഭയങ്കര മഴയാണ്. ഈ മഴ പെയ്താണ്ട് നനഞ്ഞാണ് ഈ കയറി പോകുന്നത്. കണ്ടോ, ഞാൻ പിന്നെ തോർത്തെടുത്ത് തലയിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങ് കയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ കൂടെ എടുക്കേണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര താമസം വരും. അങ്ങനെ മഴയൊക്കെ തോർന്ന് മല കയറാം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ രാത്രി ആയാലും അങ്ങ് സന്നിധാനത്തെത്തത്തില്ല. അതുകൊണ്ട് ഞാൻ മഴ നനഞ്ഞു. അന്നേരം ഓരോ സ്വാമിമാരും ചിന്തിക്കും മറ്റുള്ളവർ പിന്നെന്ത് ചെയ്യും എന്ന്. മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങും കയറിയിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഏകദേശം മരക്കൂട്ടം അടുക്കാറായി. ആ മരക്കൂട്ടം അടുക്കുന്നതിന് മുമ്പേ കുറച്ച് കടകളുണ്ട്. ഒരു ദിവസത്തേക്ക് നട തുറന്നേക്കുന്നതുകൊണ്ട് ആ കടകളൊന്നും തുറന്നിട്ടില്ല. കുറേ ഭക്തരെല്ലാം കയറി അവിടെ ഇരുന്നു. അങ്ങനെ ഏകദേശം മരക്കൂട്ടം എത്താറായി. നല്ല മഴയാണ്, തുള്ളി തോരാതെ പെയ്തുകൊണ്ടിരിക്കുക. പമ്പയിൽ വന്ന് ഞാൻ അന്തരീക്ഷമൊക്കെ കണ്ടപ്പം ഞാൻ ഓർത്ത് മഴ നനയാതെ സന്നിധാനത്ത് എത്താം എന്ന്. പക്ഷെ വിചാരിച്ച പോലെ നടന്നില്ല. സ്വാമി അയ്യപ്പൻ റോഡ് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നിറപത്തിരി ചടങ്ങുകൾക്കായി ശബരിമല നട തുറക്കും. നാളെ രാത്രി 10 മണിക്ക് ഹരികരാസനം പാടി നട അടയ്ക്കും. വെളുപ്പിനെ 5:40 ഈ നിറപുത്തിരി. ഈ നിറപുത്തിരി ഓരോരോ കാർഷിക വിളകളുടെ ആദ്യത്തെ വിളവെടുപ്പ് കൊണ്ടുവന്ന് അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നിറപുത്തിരി. വെളുപ്പിനെ നിറപുത്തിരി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കണം. കാര്യം രാവിലെ അതിഭയങ്കര തിരക്കായിരിക്കും സന്നിധാനത്ത്. അന്നേരം നമുക്ക് റൗണ്ടിനെടുത്ത് വീഡിയോ എടുത്ത് ചെയ്ത് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാക്സിമം നോക്കണം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. കരിങ്കുരങ്ങ് ആശാമാർ വിശന്ന് പൊരിഞ്ഞ് നീക്കുക. ഒരു സ്വാമിയുടെ ചുമ്മാ ഒരു കവറ്, ഈ മഴ നനയാനുള്ളൊരു കവറാണ്, അങ്ങോട്ട് നൂത്തല്ല വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടങ്ങ് പോയി. അങ്ങനെ സന്നിധാനം എത്തി. പറയത്തക്ക അയ്യപ്പ ഭക്തരൊന്നുമില്ല. ഇന്ന് നാളെയായിട്ടൊക്കെ വരുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും അയ്യപ്പസ്വാമിയെ കൺകുളിരെ കണ്ട് തൊഴുത് മടങ്ങാം. ഇതിൻ്റെ അകത്തൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരുമാതിരിപ്പെട്ട ഒരു സ്വാമിമാർ ഇന്ന് പോകത്തില്ല. ഇവർ 18 പടി ചവിട്ടി തൊഴുതിട്ട് ഒരു 3-4 റൗണ്ട് സിവിലിൽ കൂടെ വന്ന് പിന്നെയും തൊഴും. ഇവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെ തിരക്കുണ്ടാക്കുന്നത്. പിന്നെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ 3 വർഷമോ 5 വർഷമൊക്കെ കൂടിയിരിക്കുമ്പോൾ വരുന്നതാണ്. അന്നേരം അവർക്ക് 1, 2, 3 പ്രാവശ്യമൊക്കെ അയ്യപ്പസ്വാമിയെ കാണാനും സങ്കടം പറയാനും ഒക്കെ ഉള്ളൊരു ഇത് വരും. എന്തോ ചെയ്യാനോ. അന്നേരം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉള്ളവരൊക്കെ എപ്പോഴുമൊക്കെ വന്ന് അയ്യപ്പസ്വാമിയെ കാണുകയും തൊഴുകയൊക്കെ ചെയ്യാൻ അവർക്കൊക്കെ വേണ്ടി ഇതേപോലെ തിക്കും തിരക്കുമൊക്കെ ഇല്ലാതെ വന്ന് തൊഴുന്നതാണ് നല്ലത്. ദൂരെ നിന്നൊക്കെ വരുന്നവർ വന്ന് തൊഴട്ടെ.
ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, മറ്റൊന്നും തോന്നല്ല. അങ്ങനെ നിറപുത്തരി ചടങ്ങുകൾക്കായി ശബരിമല ഏതാനും നിമിഷങ്ങൾക്കകം നട തുറക്കും. തന്ത്രി വന്നു. ഇനി ഇവിടെ ആഴിക്ക് തിരികൊളുത്തി തന്ത്രി തിരികെ പോയി അയ്യപ്പസ്വാമിയുടെ തിരുനട തുറക്കും. തുറന്നതിന് ശേഷം എല്ലാ ഭക്തരെയും കടത്തിവിടും. സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊക്കെയാണ് നിറപുത്തരിയോടനുബന്ധിച്ച് ശബരിമലയിലെ വിശേഷങ്ങൾ. ഈ ഭക്തരെ ഒന്നും നോക്കണ്ട, ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തീരാവുന്ന ഭക്തർ മാത്രമേ ഉള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ.